2005 എന്നൊരു വർഷം ദിലീപ് എന്ന നടന് 3 സിനിമകളാണ് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നത്. ആ 3 സിനിമയും വിജയിച്ച സിനിമകളായിരുന്നു. ഇനിയിപ്പോ 2006 എന്നൊരു വർഷം കുറച്ചധികം സിനിമകളുണ്ട്. ആ ഒരു വർഷം പക്ഷെ ദിലീപിന് അത്ര നല്ല ഒരു സമയമല്ലായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു വർഷത്തെ ദിലീപിന്റെ സിനിമകളെ കുറിച്ചൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സിനിമ ലയൺ. ജോഷി ദിലീപ് കൂട്ടുകെട്ട് അവര് റൺവേക്ക് ശേഷം ചെയ്ത ഒരു സിനിമ. അത് ലയൺ നല്ലൊരു സിനിമയാണ്. നമ്മൾ അതിനെ കുറിച്ച് ഒന്നും പറയേണ്ട, എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് അതിലെ പല സീൻസ് ഒക്കെ. എനിക്ക് തോന്നുന്നു അത് ഇറങ്ങുന്നതിന് മുമ്പൊക്കെ ആളുകൾക്ക് ഒരു തോന്നുന്നു ദിലീപ് ഒരു രാഷ്ട്രീയക്കാരൻ, നമുക്കറിയാം അതിൽ ദിലീപ് മന്ത്രിയാവുന്നു. അപ്പൊ പക്ഷെ അതൊരു ദിലീപിന്റേതായ രീതിയിൽ ആ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദിലീപിന്റെ സ്വന്തം റൈറ്റേഴ്സായ സിബി ഉദയൻ അവരാണ് അത് എഴുതിയത്. റൺവേ പോലെ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ എങ്കിൽ പോലും ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമ അത്യാവശ്യം നല്ല ഇനീഷ്യൽ പുൾ ഉണ്ടായിരുന്നു. ഞാൻ ആ സിനിമ കോഴിക്കോട് അന്ന് കൈരളിയിലും കൊറോണേഷനും 2 തിയേറ്റേഴ്സിന്റെ സിനിമയാണ്. ഞാൻ കൊറോണേഷൻ തിയേറ്ററിലാണ് കാണുന്നത്. ഇറങ്ങി കുറച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്, പക്ഷെ അപ്പോഴും നല്ല ഹൗസ്ഫുൾ ആയിട്ട് തന്നെയായിരുന്നു. പഴയ ഇപ്പോഴും കൊറോണേഷനും എനിക്കൊണ്ട് ഇപ്പൊ കുറെ റിനോവേറ്റ് ഒക്കെ ചെയ്തു. പണ്ട് ഞാൻ പറഞ്ഞ 2006 കൊറോണേഷൻ അന്ന് AC പോലും അല്ല. അന്ന് വലിയൊരു തിയേറ്ററാണ്, ഭയങ്കര സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആയിരുന്നു കൊറോണേഷൻ, ഡേവിസൺ അതെല്ലാം. അന്ന് അവിടെ ഫുൾ ആയിട്ടാണ് ഒരു ഈവനിങ് ഷോ ഞാൻ കണ്ടിട്ടുള്ളത്. അതിലെ പാട്ടുകൾ, ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അതിലെ പാട്ടുകൾ ഹിറ്റാണ്. അതിൽ ദീപക് ദേവിന്റെ സോങ്സ് സുന്ദരി എന്ന് പറയുന്നുള്ള പാട്ടും മറ്റേ ചിരിമണി മുല്ല എന്ന് പറഞ്ഞ ഒരു പാട്ടും, ഈ 2 പാട്ട് ശരിക്കും ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് ദീപക് ദേവും അൽഫോൺസിന്റെയും ഒരു മ്യൂസിക് ഷോ അന്ന് എറണാകുളത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് KSRTC സ്റ്റാൻഡ് അടുത്തുള്ള സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അന്ന് നടന്നിരുന്നത്. അന്ന് അവിടെ വെച്ചിട്ട് ഈ ഒരു പാട്ട് ദീപക് ദേവ് ഒക്കെ പാടി, ദീപക് ദേവ് തന്നെയാണ്, ദീപക് ദേവ് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പാട്ടുകൾ, പല സിനിമയിലെ പാട്ടുകൾ അന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ലൈവായിട്ട് ഇവരൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുമ്പ് ഇതേപോലെ തിളക്കം സിനിമയിലെ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് അമ്മയുടെ ഒരു ഷോ കോഴിക്കോട് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദിലീപ് പാടുന്നായിരുന്നു. എന്തായാലും ലയൺ എനിക്ക് നല്ല ഓർമ്മകളുള്ള ഒരു ഭയങ്കര നൊസ്റ്റാൾജി ഉള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമ കണ്ടതും ആ ഒരു കാലഘട്ടമൊക്കെ. എന്തായാലും ദിലീപിന് ആ വർഷം ആദ്യം ഒരു ഹിറ്റ് കിട്ടി, അത് തന്നെയായിരുന്നു ലയൺ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ദിലീപിന്റെ സിനിമ വിഷുവിന് ഇറങ്ങി, കമലിന്റെ സിനിമയാണ് പച്ചക്കുതിര. പച്ചക്കുതിരയും അന്ന് ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം കമൽ ദിലീപ് ഒരു ഗ്യാപ്പിന് ശേഷം അവർ ഒന്നിക്കുന്നു. അതിന്റെ കഥ ദിലീപാണ്. ടി എ ഷാഹിദ് തിരക്കഥയായിരുന്നു. ടി എ ഷാഹിദ് അന്ന് ഹിറ്റ് റൈറ്ററാണ്, രാജമാണിക്യമൊക്കെ എഴുതി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അന്ന് അത്ര പ്രതീക്ഷയായിരുന്നു. അത് കോഴിക്കോട് ഡേവിസൺ തിയേറ്ററിലാണ് ഞാൻ ആ സിനിമ കാണാൻ പോകുന്നത്. അത് ഇറങ്ങി ഒരു 2 ദിവസം. അപ്പൊ അത് ഒപ്പീനിയൻ ഒന്നും അന്ന് അങ്ങനെ അറിയുന്നില്ല. അപ്പൊ ഇറങ്ങി ഒരു 2-ാം ദിവസം എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോകുന്നത് ഒരു ഈവനിങ് ഷോയ്ക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ അത് പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എന്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ക്ലൈമാക്സിലൊക്കെ പടം കൈവിട്ട് പോകുന്ന പോലെ തോന്നി. അവസാനമൊക്കെ നല്ല കോലുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് തിയേറ്ററിൽ. പക്ഷെ ഇന്ന് കാണുമ്പോൾ അത് അത്രയ്ക്ക് ബോറല്ല. പക്ഷെ എന്തോ അന്ന് എനിക്കും അന്ന് അത്ര ഡൈജസ്റ്റ് ആയില്ല സിനിമ. ഞാനും ആ സിനിമ ഇപ്പോഴും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ അതിലെ കുറച്ച് സീൻസ് ഒക്കെ നല്ല കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ മറ്റ് കമൽ സിനിമകൾ പോലെയോ അല്ലെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ ദിലീപിന്റെ മറ്റ് സിനിമകൾ പോലെ ഒന്നും ഓർക്കുന്ന പല മുഹൂർത്തങ്ങൾ ആ സിനിമയിലില്ല, പാട്ടുകളായാലും ഇല്ല. പക്ഷെ ആ പടം അന്ന് നഷ്ടമല്ലായിരുന്നു. കാരണം അന്ന് ബാബു ഷാഹിർ, സൗബിന്റെ ഫാദറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത് പറഞ്ഞിരുന്നു, ദിലീപ് അതിന് പ്രതിഫലം പകുതി, ആ സമയത്ത് മേടിക്കുന്ന പ്രതിഫലത്തിന്റെ പകുതിയെ വാങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടമില്ലാതെ പോയി എന്നുള്ളതാണ് അന്ന് അദ്ദേഹം ആ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ വിഷുവിന് അതിന്റെ തൊട്ടു മുമ്പത്തെ 2005 വിഷു കൊച്ചി രാജാവ് ദിലീപിന് ഹിറ്റ് അടിച്ചതാണ്. 2004 ഇതുപോലെ തന്നെ ആ ഒരു ഏപ്രിൽ മാസം റൺവേ ഹിറ്റ് അടിച്ചു. ദിലീപിന് എല്ലാ വിഷു ഒക്കെ ഹിറ്റ് അടിക്കുന്നതാണ്. പക്ഷെ ആ ഒരു സീസൺ പച്ചക്കുതിര ഭയങ്കര ഡൗൺ ആയിപ്പോയി. ദിലീപിന് അതുകൊണ്ട് ഒട്ടും ഗുണം ചെയ്തില്ല. അടുത്തത് ആ ജൂലൈ മാസം ഇറങ്ങിയ സിനിമയാണ് രാജ്ബാബു ഡയറക്ട് ചെയ്തിട്ടുള്ള ചെസ് സിനിമ. ഓടി അത്യാവശ്യം, പക്ഷെ അതും അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ആ സിനിമ പോയില്ല. എനിക്ക് ആ ഒരു സിനിമയുടെ കണ്ടന്റ് കോമഡി കുറച്ച് കുറവാണല്ലോ. അത് ഒരു റിവഞ്ച് ഡ്രാമ എന്നുള്ള രീതിയിൽ പോയതുകൊണ്ടായിരിക്കാം ആ സിനിമ അത്രത്തോളം വിജയത്തിലേക്ക് പോവാതിരുന്നത്. എങ്കിലും ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര രസമുള്ള കുറെ സീൻസ് ഉണ്ട്. ഞാൻ ആ സിനിമ കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് കാണുന്നത്. പക്ഷെ ഞാൻ ആ പടം ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോഴേക്ക് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു ആവറേജ് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു മറ്റു ദിലീപ് സിനിമകൾ, സൂപ്പർ ഹിറ്റ് ദിലീപ് സിനിമയുടെ ഒരു തിരക്കന്ന് ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സലീംകുമാറിന്റെ കോമഡിയാണ്. സലീംകുമാറിന്റെ സീൻസ് ആണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് സീൻസ് ഒക്കെ കാണാറുള്ളത്. പക്ഷെ ദിലീപിന്റെ മറ്റ് സിനിമകൾ നോക്കുമ്പോൾ അത്ര ഒരു ഇഷ്ടക്കേടല്ല, എങ്കിലും അത്ര ഫേവറേറ്റ് അല്ല എനിക്ക് പേഴ്സണലി ചെസ് എന്ന സിനിമ. ഇത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഓണത്തിനാണ് ദിലീപ് സിനിമ, അത് ഡോൺ. ഷാജി കൈലാസ് ദിലീപ് ഒന്നിക്കുന്ന ഒരു സിനിമ. അതിന്റെ ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആ സിനിമ ഒരു ഫ്ലോപ്പായി പോയി.
കാരണം ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ ആ സമയത്ത് ക്ലാസ്മേറ്റ് സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്മേറ്റ്സും ഒരേ സമയത്ത് തന്നെയാണ് ആ ഒരു ഓണത്തിനാണ് ഇറങ്ങുന്നത്. ക്ലാസ്മേറ്റ്സ് ഭയങ്കര തിരക്കാണ്. എനിക്ക് പ്രോബ്ലം, ഞാൻ ക്ലാസ്മേറ്റ്സ് ആണ് ആദ്യം കണ്ടത്. ക്ലാസ്മേറ്റ്സ് ആണ് ആദ്യം ഇറങ്ങിയത്. ക്ലാസ്മേറ്റ്സ് ആദ്യം കണ്ടു. രാഗം തിയേറ്ററിൽ നിന്ന് ആണ്, തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നിന്ന് ക്ലാസ്മേറ്റ്സ് കാണുന്നത്. ഭയങ്കരമായിട്ട് ഹിറ്റാന്ന് പറയുന്നത്. അത് കേട്ടാണ് ഡോൺ ഇറങ്ങുന്നത്. അന്ന് ഡോൺ ജോസ് തിയേറ്ററിലാണ് ഡോൺ കാണുന്നത്. പക്ഷെ ഡോൺ ഒരു ഈ പറഞ്ഞ പോലെ അവസാനം നല്ല കൂവലായിരുന്നു. പച്ചക്കുതിരയെ കുറിച്ച് പറഞ്ഞ പോലെ ഡോണും ഞാൻ കാണുമ്പോൾ എന്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല കൂവലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഒന്നുകൂടി സ്ക്രിപ്റ്റ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഒരു റൺവേ പോലെയൊക്കെ ഒന്ന് സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. എന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിന്റെ ഒരു പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷാജി കൈലാസ് എല്ലാ സിനിമയിലും അദ്ദേഹത്തിന്റെ പണി അദ്ദേഹം വൃത്തിക്ക് നല്ല ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ സ്ക്രിപ്റ്റ് പാളിപ്പോയി. എന്തായാലും ഡോൺ ഒരു ഗുണം കിട്ടിയിട്ടില്ല. ദിലീപിനും ഭയങ്കര ഒരു ചീത്തപ്പേര് തന്നെയായിരുന്നു. ആ ഒരു ഓണം സീസൺ അങ്ങനെ വിഷുവിനും ദിലീപിന് ഫ്ലോപ്പ് കിട്ടി, ഓണത്തിനും ദിലീപിന് ഫ്ലോപ്പ് കിട്ടി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഒക്ടോബർ നവംബർ മാസം ലോഹിദാസ് ദിലീപിന്റെ സിനിമ ചക്കരമുത്ത്, അത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ലോഹിദാസ് ദിലീപ് വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാവ്യ മാധവൻ നായികയാവുന്നു. ജിഷ്ണു ഒരു ഗ്യാപ്പിന് ശേഷം അതിൽ അഭിനയിക്കുന്നു. പക്ഷെ ആ സിനിമയും വന്ന് തിയേറ്ററിക്കലി ഫ്ലോപ്പ് ആയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ക്ലൈമാക്സ്, അതിന്റെ 2 ക്ലൈമാക്സ് അന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ട്രാജഡി ക്ലൈമാക്സ് ആണ്. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, ഈ പറഞ്ഞ മിഴണ്ടിലും സിനിമയൊക്കെ പോലെ ഒരു 2 ക്ലൈമാക്സ് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോ ഓർമ്മയില്ല. അത് ഞാൻ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട ശേഷം പിന്നീട് അങ്ങനെ റിപ്പീറ്റ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമുള്ള പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. അതിൽ വിനീത് ശ്രീനിവാസൻ പാടുന്ന കരിനീല കണ്ണൂർ ആ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതല്ലാതെ ആ ഒരു സിനിമ നന്നാക്കാമായിരുന്നു. കാരണം ലോഹിദാസ് ദിലീപ് ഒന്നിക്കുക എന്ന രീതിയിൽ കുറച്ചും കൂടി സ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ലോഹിദാസ് സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ പലപ്പോഴും പലവരും പറഞ്ഞിട്ടുള്ളതാണ്, ലോഹിദാസ് ഡയറക്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ അദ്ദേഹത്തിന് ടെൻഷൻസ് ഒക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തിലെ എഴുത്തുകാരനെ പതുക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഡയറക്ഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ പലപ്പോഴും എഴുത്തും ഡയറക്ഷനും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ അദ്ദേഹം കന്മദം സിനിമയൊക്കെ അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കന്മദമൊക്കെ നല്ല സിനിമയായിരുന്നു. എന്തായാലും ഇത്രയും സിനിമകളാണ് ദിലീപിൻ്റെതായിട്ട് ആ ഒരു വർഷം റിലീസായത്. ഇതില് ലയൺ ഓടിയ സിനിമയാണ്, ചെസ്സും ഓടിയ സിനിമയാണ്. പക്ഷെ മറ്റുള്ള 3 സിനിമകളും പരാജയമായി പോയി. അതുകൊണ്ട് തന്നെ ദിലീപിന് കുറച്ച് ഒരു മോശം വർഷമായിരുന്നു 2006 എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കണ്ട കഥ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നാ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഓർമ്മകൾ, റെസ്പോൺസ് തിയേറ്ററിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.